സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തിലേക്ക് കുറച്ച് കാലങ്ങളാണ് ബാക്കിയുള്ളത്. ആ വാർഷികത്തും ഭരണഘടനയുടെ കരട് അംഗീകരിക്കപ്പെട്ടതിൻ്റെ 72ാമത്തെ വാർഷികവും അതിനിടയിലാണ് നമ്മളിങ്ങനെ 75 പ്രഭാഷണങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുന്നത്. വളരെ അസാധാരണമായൊരു ശീർഷകത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. വാസ്തവത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തിൽ ഇത്തരം ഒരു ശീർഷകം ഒട്ടൊക്കെ നമ്മെ അലോസരപ്പെടുത്താവുന്ന ഒന്നാണ്. ഭ്രാന്ത് പെരുകുന്ന കാലം എന്നാണ് ഇതിന് ഒരു ശീർഷകം നൽകിയിട്ടുള്ളത്. നമ്മുടെ സ്വാതന്ത്ര്യം എങ്ങനെയാണോ നമ്മെ കൊണ്ടുവന്നെത്തിച്ചത് എന്ന ഒരു ചോദ്യം ഒരുപക്ഷെ ഈ ശീർഷകം തന്നെ നമ്മിൽ ഉയർത്തിയേക്കും. 1949 നവംബർ 26-നാണ് ഭരണഘടനാ അസംബ്ലി ഭരണഘടനയുടെ കരടിന് അംഗീകാരം നൽകിയത്. ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചകൾ ഉപസംഹരിച്ചുകൊണ്ട് അംബേദ്കർ ഭരണഘടനയുടെ വിശാല ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരു വാക്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. Now we are entering into a system where one man, one vote and one vote, one value. ഒരാൾക്ക് ഒരു വോട്ടും എല്ലാ വോട്ടിനും തുല്യ മൂല്യവുമുള്ള ഒരു വ്യവസ്ഥയിലേക്ക് നമ്മൾ കടക്കുകയാണ്. But still we are far away from creating a system where one man, one value. പക്ഷേ എല്ലാ മനുഷ്യർക്കും തുല്യ മൂല്യമുള്ള ഒരു വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിൽ നിന്ന് നമ്മൾ എത്രയോ കാതം അകലെയാണ് എന്ന് അംബേദ്കർ ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം നമ്മുടെ ജനാധിപത്യം എന്ന സങ്കല്പത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചും അത് എങ്ങനെയാണ് ഒരു തൃത്വ പദ്ധതിയായി നിലനിൽക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമെല്ലാം വിശദീകരിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യപ്രാപ്തിയുടെ 75ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ അംബേദ്കർ വിഭാവനം ചെയ്ത, നമ്മുടെ ദേശീയ പ്രസ്ഥാനം വിഭാവനം ചെയ്ത ഇന്ത്യ എന്ന ആശയത്തിൻ്റെ അടിക്കല്ലായി തീർന്ന ഈ ആശയത്തിന് എത്രത്തോളം സാക്ഷാത്കാരം കൈവന്നു എന്ന ചോദ്യം നമുക്ക് ചോദിക്കാവുന്നതാണ്. But still we are far away from creating a system where one man, one value. എല്ലാ മനുഷ്യർക്കും തുല്യ മൂല്യമുള്ള ഒരു വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിൽ നിന്ന് നാം കാതങ്ങൾ അകലെയാണ് എന്ന് അംബേദ്കർ പറഞ്ഞിടത്ത് നിന്നും കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് കൊണ്ട് അതിൻ്റെ എത്രയോ മടങ്ങ് അകലങ്ങളിലേക്ക് നാം എത്തിച്ചേർന്നു എന്നതാണ് വാസ്തവത്തിലുള്ള ഒരു യാഥാർത്ഥ്യം. ഇത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും നമ്മുടെ സമകാലത്തെയും കുറിച്ചുള്ള വലിയ ആലോചനകളിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട്. ആരാണ് മഹാനായൊരു മനുഷ്യൻ? എന്താണ് മഹത്വത്തിൻ്റെ മാനദണ്ഡം എന്ന ഒരു ചോദ്യം റസൽ അദ്ദേഹത്തിൻ്റെ ആലോചനകൾ ഒരിടത്ത് ഉന്നയിക്കുന്നുണ്ട്. എന്താണ് മഹത്വത്തിൻ്റെ മാനദണ്ഡം? റസൽ പറയുന്നൊരു ഉത്തരം അൺബെയറബിൾ പിറ്റി ടുവേഴ്സ് ദ സഫറിങ് മാൻകൈൻഡ് എന്നാണ്. മനുഷ്യവംശത്തിൻ്റെ യാതനകളെ ചൊല്ലിയുള്ള അസഹ്യമായ വേദനയാണ്, അതിനോടുള്ള അപാരമായ കരുണയാണ് ഒരു മഹിമയുടെ മാനദണ്ഡം എന്ന് അംബേദ്കർ റസൽ പറയും. നാരായണഗുരുവിൻ്റെ ജീവചരിത്രം വായിച്ചു പോകുമ്പോൾ കുമാരനാശാൻ എഴുതിയ കുറിപ്പുകളിൽ ഒരിടത്ത് ആശാൻ പറയും, ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠയ്ക്കായി നെയ്യാറിൽ മുങ്ങി നിവർന്ന് ഒരു കല്ല് പുഴയിൽ നിന്ന് കയ്യിലെടുത്ത് മണിക്കൂറുകളോളം ധ്യാനനിരതനായി നിന്നു എന്ന് പറയും. ആ സമയം അത്രയും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൂടെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരെ ചൊല്ലിയായിരിക്കും ഗുരു കരഞ്ഞത്? വാസ്തവത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുരു റസലിനെ വായിച്ച് കാണില്ല.
പക്ഷേ റസൽ പറഞ്ഞ ഒരു വാക്യത്തിൻ്റെ ആഴമേറിയ ഒരർത്ഥം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലുണ്ട്. അൺബെയറബിൾ പിറ്റി ടുവേഴ്സ് ദ സഫറിങ്സ് ഓഫ് ദ മാൻകൈൻഡ്. മനുഷ്യവംശത്തിൻ്റെ യാതനകളെ ചൊല്ലിയുള്ള അസഹ്യമായ ദുഃഖം, അതിനോടുള്ള അപാരമായ കരുണയുടെ ഒരാവിഷ്കാരമായിരുന്നു ആ കണ്ണത്. വാസ്തവത്തിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലൊക്കെ ഈ അപാരമായ ദുഃഖം എന്ന് പറയുന്നത് മിക്കവാറും ഇല്ലാതായിപ്പോയി എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കും. ഈ ദുഃഖം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നിങ്ങൾക്ക് അസമത്വത്തെക്കുറിച്ച്, അനീതികളെക്കുറിച്ച്, സാമൂഹികമായ ദുഃഖങ്ങളെക്കുറിച്ച്, ദുരിതങ്ങളെക്കുറിച്ച് വേദന തോന്നുകയും ആ വേദന നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നത് വാസ്തവത്തിൽ വളരെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. വികാര പാരവശ്യങ്ങൾ എന്നത് ഒട്ടും കുറഞ്ഞ കാര്യമല്ല. അത് ഒരു മാനുഷികമായ നിലനിൽപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരാധാരമാണ്. അതുകൊണ്ട് മാനുഷികമായിരിക്കുക എന്നുള്ളത്, അതായത് സവിശേഷമായ അനുഭവങ്ങളിൽ വേരുപിടിച്ചതായി നമ്മുടെ ജീവിതം മാറിത്തീരുക, സാമാന്യമായ തത്വങ്ങളിൽ നിന്ന് മൂർത്തമായ അനുഭവങ്ങളിലേക്ക് നമുക്ക് കടന്നു നിൽക്കാൻ കഴിയുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വലിയ മനുഷ്യൻ ആരാണ് എന്നതിന് കുമാരനാശൻ നൽകുന്നൊരു ഉത്തരം കോപ്പിടും നൃപതി പോലെയും കളിക്കോപ്പെടുത്ത ചെറുപൈതൽ പോലെയും എന്നാണ്. ഒരു ഭാഗത്ത് കിരീടം ചൂടിയ രാജാവിനെ പോലെയാണ്, മറുഭാഗത്ത് കളിക്കോപ്പെടുത്ത ഒരു ചെറുപൈതലിനെ പോലെയാണ്. എല്ലാ വലിയ മനുഷ്യരിലും അങ്ങനെ ഒരു ശിശു ഉണ്ടാവും. ആ ശിശുവാണ് അയാളെ വലിയ മനുഷ്യനാക്കി തീർക്കുന്നത്. നിങ്ങൾ ഗാന്ധിയെ നോക്കിയാൽ അത് കാണാൻ പറ്റും. വലിയ നേതാക്കളെയൊക്കെ നോക്കിക്കോൾ, ഒരു ഭാഗത്ത് കോപ്പിടും നൃപതി പോലെ, മറുഭാഗത്ത് കളിക്കോപ്പെടുത്ത ചെറുപൈതൽ പോലെ. ഈ രണ്ടറ്റങ്ങൾക്കിടയിൽ മനുഷ്യാവസ്ഥയുടെ സർവ്വവിധാനങ്ങളോടും സംവദിക്കാനുള്ള ശേഷിയുണ്ട് എന്നതാണ് വാസ്തവത്തിൽ മഹിമയുടെ മാനദണ്ഡം എന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അത്തരമൊരു മഹിമയുടെയും അത് നൽകുന്ന അപാരമായ തുറസിൻ്റെയും അത് നൽകുന്ന ജീവിത ബോധ്യങ്ങളുടെയും ഒക്കെ വലിപ്പം ഒരു സമൂഹത്തെ സംബന്ധിച്ച് എത്രയോ വലുതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള തുറസിൻ്റെ വാതിലുകൾ പതിയെ പതിയെ അടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ നിങ്ങളെ എത്രയോ പേരുടെ ശത്രുവാക്കി തീർത്തേക്കാം എന്ന അതിഭീകരമായ അത്യാപത്തിൻ്റെതായ ഒരു സന്ദർഭത്തിലാണ് നാം ജീവിക്കുന്നത് എന്നത് എത്ര ഭയാനകമായ ഒരു കാര്യമാണ്. നിങ്ങൾ രാജ്യസ്നേഹമുള്ള ആളാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെയോ, നിങ്ങൾ ഉരുവിടുന്ന പ്രാർത്ഥനയെയോ, നിങ്ങളുടെ വസ്ത്രത്തെയോ, നിങ്ങളുടെ പേരിനെയോ ഒക്കെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വരുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിത്തീർന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ ശീർഷകം സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തിൽ ഭ്രാന്ത് പെരുകുന്ന കാലം എന്നായി തീർന്നത്. അമൃതോത്സവം എന്നാണ് 75-ാം വാർഷികം വിശേഷിപ്പിക്കപ്പെടുന്നത് ഔദ്യോഗികമായി. എത്ര അമൃതം ബാക്കിയുണ്ട് എന്നത് നാം വാസ്തവത്തിൽ ചോദിക്കേണ്ടതാണ്. പാലാഴി കടഞ്ഞ് അമൃതെടുത്തതുപോലെ നമ്മുടെ കാലത്തിൻ്റെ ഈ ഇരുട്ടിൽ നിന്ന് അമൃത് കണ്ടെത്തേണ്ട വിധത്തിൽ ഇരുളാണ്ട് പോയ, വിഷം നിറഞ്ഞു പോയ ഒരു കാലത്തിൻ്റെ നടുവിലാണ് നാം ജീവിക്കുന്നത് എന്ന് പറയാനായിട്ട് ഒട്ടും തന്നെ പ്രയാസപ്പെടേണ്ടതില്ല, മടിക്കേണ്ടതില്ല എന്നതാണ് നമ്മുടെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ ഭ്രാന്തിനെ എങ്ങനെയാണ് നമ്മൾ നേരിടുക? വാസ്തവത്തിൽ ഈ ഭ്രാന്ത് എന്ന് പറയുന്നത് രണ്ട് നിലയിൽ നമ്മെ വലയം ചെയ്യുന്നു. അതിലൊന്ന് മതത്തിൻ്റെ യുക്തികളാണ്. മതം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നത് മതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മതത്തെ എങ്ങനെ മനസ്സിലാക്കണം? ഒരുപക്ഷെ കേരളം അതിന് വലിയ ഉത്തരം നൽകിയ ഒരു സമൂഹമാണ്. ഇന്ന് കേരളത്തെ സംബന്ധിച്ച് സന്തോഷകരമായ ഒരു ദിവസം കൂടിയാണ്. കാരണം മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് നീതി ആയോഗ് ഇന്നലെയാണ് പ്രസിദ്ധീകരിച്ചത്. അതിൽ ഇന്ത്യയിലെ 28-29 മേഖലകളിൽ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യമുള്ള, 1% താഴെ ദാരിദ്ര്യമുള്ള, 0.7% മാത്രം ദാരിദ്ര്യമുള്ള, 10,000-ൽ 70 പേർ ദരിദ്രരായിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്.
അത് ഒരു ചെറിയ കാര്യമല്ല. അതാരെങ്കിലും ഒരാളായിട്ടോ ഒരു പ്രസ്ഥാനമായിട്ടോ രൂപപ്പെടുത്തിയതാണ് എന്നും കരുതിക്കൂടാ. മറിച്ച് കേരളത്തിൻ്റെ സുദീർഘമായ ഒരു സഞ്ചാരപഥം അതിലുണ്ട്. ആ സഞ്ചാരപഥത്തിൻ്റെ ആധാരതത്വം എന്ന് പറയുന്നത് ഒരുപക്ഷെ കുറേയേറെ കാലം മുമ്പ്, ഒരു 1.5 നൂറ്റാണ്ടിനടുത്ത് മുമ്പ് അരിപ്പുറത്തൊരു ചുമരിൽ എഴുതി വയ്ക്കപ്പെട്ട ഒരു വാക്യമാണ് സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്നത്. അത് ഒരു ശ്ലോകത്തിൽ എഴുതി ചേർത്ത ഒരു വെറും വാക്കല്ല, മറിച്ച് ആ ശ്ലോകത്തിൽ എഴുതി ചേർക്കപ്പെട്ട ഈ വാക്ക് നമ്മുടെ ആധുനികത എന്ന് വിളിക്കുന്ന, ആധുനിക സമൂഹം എന്ന് വിളിക്കുന്ന ഒന്നിൻ്റെ അടിക്കല്ലാണ്. അംബേദ്കർ ഈ വാക്ക് ഭരണഘടനയുടെ പ്രിയാമ്പിളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ കരട് ഏതാണ്ട് പൂർണ്ണമായി നെഹ്റുവിൻ്റെ ഒബ്ജക്റ്റീവ്സിൻ്റെ ആവർത്തനമാണ്. പക്ഷേ നെഹ്റുവിൻ്റെ ഒബ്ജക്റ്റീവ്സിലേക്ക് അംബേദ്കറായി കൂട്ടിക്കൊണ്ടുവന്നതും ഭരണഘടനാ അസംബ്ലി വലിയ സന്തോഷപൂർവ്വം അംഗീകരിച്ചതുമായ ഒരു വാക്കായിരുന്നു ഫ്രറ്റേണിറ്റി എന്നത്, സാഹോദര്യം എന്നത്. സാഹോദര്യം എന്ന വാക്കിനെ അദ്ദേഹം വിശദീകരിച്ചിടത്തോളം മഹനീയമായി ആരും വിശദീകരിച്ചിട്ടില്ല. അംബേദ്കർ അതേക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ആണ് ജനാധിപത്യത്തിൻ്റെ അടിപ്പടം. തുടർന്ന് അദ്ദേഹം പറയുന്നത് സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം വാസ്തവത്തിൽ ഒരു ചെറു ന്യൂനപക്ഷത്തിന് മഹാഭൂരിപക്ഷത്തെ ചൂഷണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമായിരിക്കും. അതുകൊണ്ട് സമത്വം പ്രധാനമാണ്. അംബേദ്കർ അങ്ങനെ കരുതിയിരുന്നു. സ്വാതന്ത്ര്യമില്ലാത്ത സമത്വമാകട്ടെ വ്യക്തികളുടെ ഇച്ഛയെ മാനിക്കാത്ത ഒന്നായിരിക്കും. വ്യക്തികളുടെ ഇച്ഛയ്ക്ക് പ്രാധാന്യം ഉണ്ടാവും. അതുകൊണ്ട് ദുരധികാരം പോലെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന സമത്വമല്ല, മനുഷ്യരുടെ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന സമത്വമാണ് ഉണ്ടാകേണ്ടത് എന്ന് അദ്ദേഹം കരുതിയിരുന്നു. തുടർന്ന് അംബേദ്കർ പറയുന്ന ഒരു കാര്യം, പക്ഷേ ഈ സ്വാതന്ത്ര്യവും സമത്വബോധവും ഒരു സമൂഹത്തിൻ്റെ സഹജമൂല്യങ്ങളായി, സ്വാഭാവിക മൂല്യങ്ങളായി നിലനിൽക്കണമെങ്കിൽ വ്യക്തികളിൽ നിലീനമായിരിക്കേണ്ടുന്നത് സാഹോദര്യ ഭാവനയാണ് എന്ന് അദ്ദേഹം പറയും. കാരണം സാഹോദര്യത്തിൻ്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യവും സമത്വബോധവുമൊക്കെ പോലീസിങ്ങിലൂടെ മാത്രം, ബലപ്രയോഗത്തിലൂടെ മാത്രം സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നായിരിക്കും. അതുകൊണ്ട് സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ചേർന്ന ഈ തൃത്വത്തിൽ, ആ തൃത്വമാണ് ജനാധിപത്യത്തിൻ്റെ ആധാരമെങ്കിലും ആ തൃത്വത്തിൻ്റെ അടിപ്പടവ്, ജനാധിപത്യത്തിൻ്റെ തന്നെ അടിപ്പടവ് സാഹോദര്യ ഭാവനയാണെന്നും ആ സാഹോദര്യത്തെ ഉറപ്പിച്ചെടുക്കലാണ് വാസ്തവത്തിൽ ജനാധിപത്യം നിലനിർത്താൻ നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പരിവർത്തനപ്പെടുന്നതിന് അല്പകാലം മുമ്പ് അദ്ദേഹം ആകാശവാണിക്ക് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞാൻ ഈ ആശയം സ്വീകരിച്ചത് നിങ്ങൾ കരുതുന്നത് പോലെ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നല്ല. ഫ്രഞ്ച് വിപ്ലവമാണല്ലോ ഈ 3 വാക്കുകളെ ലോകപ്രസിദ്ധമാക്കിയത്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. അദ്ദേഹം പറഞ്ഞത്, ഐ ആം ബോറോയിങ് ദീസ് പ്രിൻസിപ്പിൾസ് നോട്ട് ഫ്രം ഫ്രഞ്ച് റവല്യൂഷൻ ബട്ട് ഫ്രം മൈ ലോർഡ് ബുദ്ധ എന്നാണ്. ഞാൻ ബുദ്ധനിൽ നിന്നെടുത്ത ആശയങ്ങളാണ് സാഹോദര്യം എന്നത്. ഇതൊന്നും പറയാതെ കേരളീയ സമൂഹത്തെ സംബന്ധിച്ച് ഈ സാഹോദര്യ ഭാവനയെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിപ്പടവാക്കി മാറ്റാൻ വലിയ തോതിൽ നമുക്ക് ബലം നൽകിയ ഒന്നായിരുന്നു ഗുരുവിൻ്റെ സാന്നിധ്യം എന്ന കാര്യം നാം ഇന്ന് ഓർക്കുന്നുണ്ട്. അത് അദ്ദേഹം ഒരു ആത്മീയ ചിന്തകനായിരുന്നു, ദൈവദർശനകാരനായിരുന്നു എന്നതുകൊണ്ടൊന്നുമല്ല. അതെല്ലാം അദ്ദേഹം ഈ മനുഷ്യൻ്റെ സാഹോദര്യത്തിലേക്കുള്ള വഴികളാക്കി രൂപാന്തരപ്പെടുത്തി എന്നതിലാണ് അതിൻ്റെ മഹിമ നിലകൊള്ളുന്നത്. ആ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയിലാണ് വാസ്തവത്തിൽ സാഹോദര്യമെന്നത് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കെട്ടുപോകാത്ത മൂല്യങ്ങളിലൊന്നായി കുറേയൊക്കെ ബാക്കിയുള്ളത്. വാസ്തവത്തിൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ, നമ്മുടെ ദേശീയതാ സങ്കല്പത്തിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ അതിൽ 2 പാരമ്പര്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് കാണാൻ കഴിയും. ഈ പാരമ്പര്യങ്ങളുടെ ഏറ്റുമുട്ടൽ ഭരണഘടനാ അസംബ്ലിയിലെ അവസാനത്തെ ചർച്ചകളിൽ വരെ പ്രതിഫലിക്കുന്നുമുണ്ട്. ഭരണഘടനാ അസംബ്ലിയിൽ ഏറ്റവും അവസാനം ചർച്ചയ്ക്കെടുത്തത് ഭരണഘടനയുടെ പ്രിയാമ്പിളാണ്, ആമുഖം. നിങ്ങൾക്കറിയുന്നത് പോലെ നമ്മുടെ ഭരണഘടനയുടെ പ്രാരംഭവാക്യം അതിപ്രസിദ്ധമാണ്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. അതെന്താണ് ഇന്ത്യ എന്നുള്ള ചോദ്യത്തിന് ഒറ്റ വാക്കിലുള്ള ഉത്തരമാണ്. അതൊരു ചെറിയ വാക്യമല്ല. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ,
നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന്. ഇതാണോ ഇന്ത്യ എന്ന ചോദ്യം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഭരണഘടനാ അസംബ്ലി ഭരണഘടന അംഗീകരിച്ചതിൻ്റെ പിറ്റേ ദിവസം RSSന്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർ ഭരണഘടനയ്ക്കെതിരെ മുഖപ്രസംഗം എഴുതി. ആ മുഖപ്രസംഗത്തിൽ 2 വലിയ വിമർശനങ്ങളാണ് ഓർഗനൈസർ ഉന്നയിച്ചത്. ഒന്ന്, ഈ ഭരണഘടന 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നും അതുപോലെ അമേരിക്കയിലെയും കാനഡയിലെയും ഭരണഘടനകളിൽ നിന്നുമെല്ലാം വലിയ തോതിൽ ആശയങ്ങൾ പകർത്തി വച്ചിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ഇതൊരു പകർപ്പ് ഭരണഘടനയാണ്. ഇതിൽ സ്വയം സിദ്ധമായ ആശയങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല. രണ്ടാമതായി അവരുന്നയിച്ച വിമർശനം, ചിരപുരാതനമായ ഭാരതീയ ഭരണഘടനാ മൂല്യങ്ങൾ യാതൊന്നും തന്നെ ഇതിൽ പ്രതിഫലിച്ചിട്ടില്ല. ഇത് മുഴുവൻ പാശ്ചാത്യമായ ആശയങ്ങളാണ്. രണ്ടും 2 കഠിനമായ വിമർശനങ്ങളാണ്. ഭരണഘടന അംഗീകരിച്ചുകൂടാത്തതാണ് എന്ന് ഹൈന്ദവ വർഗീയവാദികൾ കരുതിയിരുന്നു. ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചിരുന്നില്ല, ദേശീയ പതാകയെ അംഗീകരിച്ചിരുന്നില്ല. അങ്ങനെ ഒരു പാരമ്പര്യം ദേശീയതയുടെ പരിവേഷവുമായി ഇപ്പം രംഗത്തുള്ളവർക്കുണ്ട്. അതിന് അംബേദ്കറീയ ആശയത്തോട് ഇതിനോട് പ്രതികരിക്കുന്ന ഒരു സവിശേഷ സന്ദർഭമുണ്ട്. ഭരണഘടനയിൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ അംബേദ്കർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നതിന് വിശദീകരണം നൽകുന്ന സമയത്താണ് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന ഒരാശയം ശക്തമായി അവതരിപ്പിക്കുന്നത്. ഭരണഘടനാപരമായ ധാർമ്മികത. ഇപ്പോൾ അത് കുറേ കൂടി നമ്മുടെ ചർച്ചകളിൽ പലപ്പോഴും വന്നു പോകുന്നുണ്ട്. അംബേദ്കർ പറഞ്ഞെന്താന്ന് വെച്ചാൽ 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ വലിയൊരു പങ്കും ഭരണനിർവഹണത്തിൻ്റെ ചട്ടങ്ങളും വകുപ്പുകളുമാണ് കൈകാര്യം ചെയ്യുന്നത്. സാധാരണ നിലയിൽ അത്തരം കാര്യങ്ങൾ ഭരണഘടനയിൽ വരേണ്ടവയല്ല. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് ഓരോ ഭരണനിർവഹണ സന്ദർഭത്തിലും അത് ജനാധിപത്യപരമായി എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് എന്നത് ഭരണഘടനയിൽ തന്നെ വ്യവസ്ഥപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഇന്ത്യൻ ജനത അടിസ്ഥാനപരമായി ജനാധിപത്യത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ ജാതിയാൽ വിഭജിതമാണ്. ജാതിയാൽ വിഭജിതമായ പല തട്ടുകളായി സഹസ്രാബ്ദങ്ങളായി ജീവിച്ചു പോരുന്ന ഒരു ജനതയ്ക്ക് സ്വാഭാവികമായി മനുഷ്യർക്കിടയിലെ സമത്വം, സ്വാഭാവികമായ സാഹോദര്യം എന്നത് സ്വയമേവ കൈവരാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഭരണനിർവഹണത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും ജനാധിപത്യം ഏത് നിലയിൽ പ്രവർത്തിക്കണം എന്നതിൻ്റെ വ്യവസ്ഥകൾ ഉണ്ടാകണമെന്നും ആ വ്യവസ്ഥകൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്ന് താൻ വലിയ തോതിൽ സ്വീകരിക്കുകയാണ്, അത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയാണ്, അത് ഇന്ത്യൻ സാഹചര്യത്തിൽ അനിവാര്യമാണ് എന്നുമാണ് അംബേദ്കർ അതിന് പറഞ്ഞ മറുപടി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ത്യക്കകത്ത് ചരിത്രപരമായി 2 ധാരകളുണ്ട്. മാർഷ് ആർഗ്യുമെൻറ്റേറ്റീവ് ട്രഡീഷനെ കുറിച്ച് പറഞ്ഞു. ആർഗ്യുമെൻറ്റേറ്റീവ് ട്രഡീഷൻ ഉള്ളതുപോലെ തന്നെ ഇന്ത്യയിൽ വലിയ തോതിലുള്ള ജാതി മേധാവിത്വത്തിൻ്റെ, വർണ്ണാധിപത്യത്തിൻ്റെ ഒരു പാരമ്പര്യവും ഉണ്ട്. ഏതിനെ ഇന്ത്യൻ പാരമ്പര്യമായി സ്വീകരിക്കണം, മനസ്സിലാക്കണം എന്നത് വലിയൊരു പ്രശ്നമാണ്. ഈ പുസ്തകത്തിൽ തന്നെ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യയിൽ അമർത്യ സെൻ ഇന്ത്യയുടെ പാരമ്പര്യ സങ്കല്പത്തിലെ ചില പരിമിതികളെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്ക് എത്രയോ വ്യത്യസ്തങ്ങളായ പാരമ്പര്യങ്ങളുണ്ട്. ആ പാരമ്പര്യങ്ങളിൽ പൊതുവിൽ നമ്മൾ നമ്മുടെ വൈദിക ഇതിഹാസ ബ്രാഹ്മണ പാരമ്പര്യത്തെ രാഷ്ട്ര പാരമ്പര്യം ആയി സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ചപ്പോൾ വ്യത്യസ്തങ്ങളായ 3 പാരമ്പര്യങ്ങളെങ്കിലും തമസ്കരിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറയും. അതിലൊന്ന് ഹൈന്ദവേതരമായ മതങ്ങൾ ഈ രാജ്യത്ത് രൂപപ്പെടുത്തിയ സംസ്കാരത്തിൻ്റെയും ജീവിതക്രമങ്ങളുടെയും അതിവിപുലമായൊരു ലോകമാണ്. അത്യന്ത വിപുലമായൊരു ലോകം. അത് ജൈനമതമായിട്ട്, ബുദ്ധമതമായിട്ട്, ഇസ്ലാമായിട്ട്, ക്രിസ്തുമതമായിട്ട്, പാഴ്സികളായിട്ട്, സിഖുകാരായിട്ട് ഇവർ കൊണ്ടുവന്ന മൂല്യങ്ങളുടെയും സങ്കല്പങ്ങളുടെയും വലിയ വലിയ തോതിലുള്ള കലർപ്പുകളായിട്ടാണ്, കൂടിക്കലരലുകളായിട്ടാണ് വാസ്തവത്തിൽ നമ്മുടെ സംസ്കാരം നിലനിന്നിട്ടുള്ളത്. ഓരോ സന്ദർഭത്തിലും നിങ്ങളുടെ ഭക്ഷണശീലത്തിലേക്കോ, നിങ്ങളുടെ വസ്ത്രധാരണത്തിലേക്കോ, നിങ്ങളുടെ ഭാഷയിലേക്കോ, നിങ്ങളുടേതെന്ന് നിങ്ങൾ കരുതുന്ന എന്തിലേക്കും തിരിഞ്ഞു നോക്കിക്കോളൂ, വലിയ പങ്കുവയ്പ്പിൻ്റെ കഥകൾ അവിടെ കാണാൻ പറ്റും. കേസരി ബാലകൃഷ്ണപിള്ള അതിനെക്കുറിച്ച് പറഞ്ഞൊരു വാക്യം, അതിൽ നിന്ന് ചിരിച്ച നാറാണത്ത് ഭ്രാന്തനെ പോലെ ഒരു ഭ്രാന്തൻ യവന പുരാണത്തിലുണ്ട്. അയാളുടെ പേര് സിസിഫിസ് എന്നാണ്. മിത്ത് ഓഫ് സിസിഫിസ്.
അങ്ങനെ ഐതിഹ്യങ്ങൾ പങ്കുവെച്ച് കലരുന്നു. തിരുവോണ നാളിൽ നാം നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരുക്കുന്ന ഓണപ്പടവുകളിൽ ഒരു ചതുരത്തട്ടിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ ചതുരത്തട്ടിട്ട് പിന്നെയും ചെറിയ ചതുരത്തട്ടുകളായി മുകളിലേക്ക് കൂർത്തു വരുന്ന ഓണപ്പടവുകളുടെ ഏതാണ്ട് അതേ മാതൃകയിലാണ് പ്രാചീന ഹിറ്റൈറ്റുകാർ തങ്ങളുടെ പൂർവികർ മരിക്കുമ്പോൾ അവർക്ക് മരണാനന്തര സ്മാരകങ്ങൾ ഉണ്ടാക്കിയിരുന്നത്, സിഗുറാത്തുകൾ. അതുകൊണ്ട് ഒരു ആചാരത്തിലേക്ക് നോക്കുന്ന സമയത്ത് നാം മനുഷ്യവംശത്തെ കാണുന്നു. ഒരു ഭാഷയിലേക്ക്, ഭക്ഷണശീലത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മനുഷ്യവംശത്തെ കാണുന്നു. മലയാളിയുടെ തീന്മേശയിലേക്ക് നോക്കൂ. തീന്മേശയിലേക്ക് നോക്കിയാൽ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് ഇവിടേക്ക് എത്തിയ വിഭവങ്ങൾ, രുചിക്കൂട്ടുകൾ, ഇതെല്ലാം ചേർന്നതാണ് നാം കേരളീയം എന്ന് വിളിക്കുന്ന നമ്മുടെ ഭക്ഷണശീലം. അതല്ലാതെ ഈ നാട്ടിൽ മാത്രം വളർത്തിയെടുത്ത, ഈ നാട്ടിൽ മാത്രം രൂപപ്പെട്ട ഒന്നിനെയല്ല നാം കേരളീയം എന്ന് വിളിക്കുന്നത്. നമ്മുടെ കളമെഴുത്തിനെ കുറിച്ച് കേസരി പറയുന്ന ഒരു കാര്യം, നമ്മുടെ ചുമർചിത്രകലയെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, പേർഷ്യൻ ഭൂഭാഗ ചിത്രണ രീതിയും അജന്തയിലെ രേഖാ സംവിധാനവും കൂടിക്കലർന്നിട്ടാണ് നമ്മുടെ ചുമർചിത്ര ശൈലി വികസിച്ചു വന്നത് എന്നാണ്. അതായത് സാർവദേശീയത എന്ന് പറയുന്നത് പാരീസിൽ നടക്കുന്ന ഒരു കാര്യമല്ല, നമ്മുടെ അമ്പലച്ചുമരിൽ വരച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് എന്ന് അദ്ദേഹം പറയും. അതുകൊണ്ട് ചുമർചിത്രം എന്ന് പറയുന്നത് അമ്പലച്ചുമരിൽ വരച്ചത് മാത്രമല്ല, ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ചിത്രങ്ങൾ, കേരളത്തിലെ ആദ്യത്തെ ആധുനിക ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് രവിവർമ്മ വരച്ച ചിത്രങ്ങളിലോ രവിവർമ്മയുടെ എണ്ണച്ചായ സമ്പ്രദായത്തിലോ അല്ല, മറിച്ച് ക്രിസ്ത്യൻ ദേവാലയങ്ങളിലെ അൾത്താരകളിൽ വരച്ച ചിത്രങ്ങളാണ്. അന്ന് കേസരി പറയുന്നുണ്ട്, തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ ഒരു വലിയ പരിമിതി ഈ ക്രൈസ്തവ ദേവാലയങ്ങളിലെ ചിത്രങ്ങളെ ശ്രദ്ധിക്കാതെ ഹൈന്ദവ ദേവാലയങ്ങളിലെ മതാത്മക ചിത്രങ്ങളെ മാത്രം ചുമർചിത്രങ്ങളായും കേരളീയ പാരമ്പര്യവുമായും പരിഗണിക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കേണ്ടതാണ് എന്ന് കേസരി പറയുന്നുണ്ട്. അതുകൊണ്ട് കേരളീയം എന്നത് വാസ്തവത്തിൽ സാർവദേശീയമായ ഒരു അനുഭവത്തിൻ്റെ ഒരു സംഗ്രഹ രൂപമാണ്, അല്ലാതെ നമുക്ക് നമ്മുടേത് മാത്രമായ ഒന്നില്ല. നമ്മുടേത് മാത്രമായി ജീവിക്കാൻ പറ്റില്ല. മനുഷ്യവംശം അങ്ങനെ ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് മനുഷ്യവംശത്തെക്കുറിച്ച് അടിസ്ഥാനപരമായി പറയാവുന്ന ഒരേ ഒരു ശരിയായ ആശയം മനുഷ്യവംശത്തിൻ്റെ ചരിത്രം പങ്കുവയ്പ്പുകളുടെ ചരിത്രമാണ് എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പാടുന്നത് ലോകത്തിൻ്റെ പല കോണുകളിൽ പലരും പാടും. വൈലോപ്പിള്ളി കവിതയിൽ പറഞ്ഞു, പല ദേശത്തിൽ പല വേഷത്തിൽ പല പല ഭാഷയിൽ ഞങ്ങൾ കഥിപ്പൂ. പാടുന്നത് ഞങ്ങളാണ്, പക്ഷേ അത് പല ദേശങ്ങളിലാണ്, പല വേഷങ്ങളിലാണ്, പല പല ഭാഷയിലാണ്. പാരിതിലാദിയിൽ ഉദയം ചെയ്തു പൊലിഞ്ഞ പൊന്നോണത്തിൻ ചരിതം എന്ന ഓണപ്പാട്ടുകാരിൽ പാടി. അതുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ ഈ പങ്കുവയ്പ് എന്നത് നമ്മുടെ ജീവിതബോധത്തിൻ്റെ അടിപ്പടവാകുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പങ്കുവയ്പ്പിൻ്റെ ചരിത്രത്തെ തമസ്കരിക്കാനാണ് വാസ്തവത്തിൽ നമ്മുടെ കാലം ഇന്ന് പണിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ മാത്രമാണ് എന്ന ഒരു വലിയ വ്യാജത്തെ അത് കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ മാത്രമായിട്ട് ജീവിക്കുന്നതേ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ജീവിക്കുക സാധ്യവുമല്ല. തനിമ എന്നത് ഒരു മോഹത്തിൻ്റെ പേരാണ്, തനിമ എന്നത് ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പേരല്ല. അത് നാം മോഹിക്കുന്നുണ്ട്, നമ്മുടേത് മാത്രമായൊരു ഭൂതം. ഇതാണ് നമ്മുടെ ദേശീയതാ സങ്കല്പത്തിൽ വന്നുപെട്ട പാരമ്പര്യ ബോധത്തിൻ്റെ മൗലികമായൊരു തകരാറായി അമർത്യാസൻ ചൂണ്ടിക്കാണിച്ചത്. ഈ ക്രൈസ്തവ പാരമ്പര്യങ്ങൾ, ഈ ഇസ്ലാമിക പാരമ്പര്യങ്ങൾ, ബൗദ്ധ ജൈന പാരമ്പര്യങ്ങൾ, ഇതെല്ലാം ഇവിടേക്ക് കൊണ്ടുവന്ന ജീവിത മൂല്യങ്ങളെ നാം നമ്മുടെ ദേശീയതാ ബോധവുമായി പലപ്പോഴും കൂട്ടിയിണക്കില്ല. ഇന്ത്യയുടെ പാരമ്പര്യങ്ങൾ വേദേതിഹാസമാണ്, ഉപനിഷത്തുക്കളാണ് എന്ന് പറഞ്ഞാൽ സംശയം തോന്നാത്ത വിധം അത് ഉറച്ചു പോയിട്ടുണ്ട്. പക്ഷെ അതേ ശക്തിയോടെ നമ്മുടെ പാരമ്പര്യം ബുദ്ധനാണ് എന്ന് പറയാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകും. അജന്തയാണ് ഇന്ത്യൻ ചിത്രകലയുടെ പ്രാരംഭ ബിന്ദു എന്ന് പറയുന്നത് പോലെ ആദിവാസികളായ വർളി ചിത്രങ്ങൾ ഇന്ത്യൻ ചിത്രകലയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയാതെ പോകും. ഇത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പാരമ്പര്യം എന്നത് ഏകശിലാത്മകമായ ഒരു രൂപത്തിൻ്റെ പേരല്ല, മറിച്ച് പാരമ്പര്യങ്ങൾ എന്ന ബഹുവചനമാണ് പ്രധാനം. അതിലൊന്ന് വ്യത്യസ്ത മതങ്ങളിൽ നിന്ന് വികസിച്ചു വന്ന പാരമ്പര്യങ്ങളാണ്, അത് കൊണ്ടുവന്ന സ്വാധീനങ്ങളാണ്, അവയുണ്ടാക്കിയ കലർപ്പുകളാണ്. രണ്ടാമത്തേത് തദ്ദേശീയ ജനസമൂഹങ്ങൾ വികസിപ്പിച്ചെടുത്ത വൈഭവങ്ങളും വിജ്ഞാനങ്ങളുമാണ്. ആദിവാസികളാകാം,
പ്രാദേശിക ജനതയാകാം, അവരുണ്ടാക്കിയ ചിത്ര പാരമ്പര്യം, ശില്പ പാരമ്പര്യം, കൈവേലത്തരങ്ങൾ, അവരുടെ രസവിദ്യ, അവരുടെ ലോകവിദ്യ, അങ്ങനെ നൂറുകണക്കായ സവിശേഷ പാരമ്പര്യങ്ങൾ ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിൽ വികസിച്ചു വന്നിരുന്നു. ആ പാരമ്പര്യങ്ങളെ നാം നമ്മുടെ ദേശീയ പാരമ്പര്യം എന്ന നിലയിൽ മനസ്സിലാക്കുന്നത് വളരെ കുറവാണ്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇതോടൊപ്പം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒന്ന് ഇന്ത്യ ജന്മം നൽകിയ ഭൗതിക വിജ്ഞാനങ്ങളുടെ പാരമ്പര്യമാണ്. ഇന്ത്യ ജന്മം നൽകിയ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വലിയ പാരമ്പര്യം, അത് ആയുർവേദത്തിലാകാം, അത് രസതന്ത്രത്തിലാകാം, ഗണിതത്തിലാകാം, ഇങ്ങനെ എത്രയോ വലിയ പാരമ്പര്യങ്ങൾക്ക് ഇന്ത്യ ജന്മം നൽകി. അതിനെ നാം നമ്മുടെ നാഷണൽ ട്രഡീഷൻ എന്ന് മനസ്സിലാക്കുന്നത് വളരെ കുറവാണ്. വേദങ്ങൾ ഭാരതീയ പാരമ്പര്യമാണെന്ന് പറയുന്നത് പോലെ കാമസൂത്രം ഭാരതീയ പാരമ്പര്യമാണ് എന്ന് പറയാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ കാമം എന്നതിനെ ഒരടിസ്ഥാന മനുഷ്യ ചോദനയായി കണ്ട് ആ മനുഷ്യ ചോദനയെ അതിസൂക്ഷ്മമായി വിശകലനം ചെയ്ത് അതേക്കുറിച്ചൊരു വൈജ്ഞാനിക ധാരയെ രൂപപ്പെടുത്തുകയും ഏതാണ്ട് ക്രിസ്തുവിന് മുമ്പ് 2-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തു വർഷം 10-ാം നൂറ്റാണ്ട് വരെ നൂറുകണക്കായ ഗ്രന്ഥങ്ങൾ ആ ശാഖയ്ക്കുള്ളിൽ പിറവിയെടുക്കുകയും ചെയ്തൊരു പ്രദേശമാണ് ഇന്ത്യ. ഇന്ത്യയിൽ കാമസൂത്രം ജനിച്ച് പിന്നീട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് അറേബ്യയിൽ സുഗന്ധോദ്യാനം എന്ന പേരിൽ മറ്റൊരു കാമശാസ്ത്ര ഗ്രന്ഥം നിലവിൽ വരുന്നത്. ആ കാമസൂത്രത്തെയോ അർത്ഥശാസ്ത്രത്തെയോ ഒന്നും ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പരിഗണിക്കാൻ പൊതുവെ നാം സന്നദ്ധമല്ല. അങ്ങനെ നമ്മുടെ ഭൗതിക വിജ്ഞാനത്തിൻ്റെ പാരമ്പര്യം, നമ്മുടെ തദ്ദേശീയ ജനസംസ്കാരത്തിൻ്റെ പാരമ്പര്യം, ഇതര മതങ്ങളുണ്ടാക്കിയ ജീവിതബോധ്യങ്ങളുടെയും ആവിഷ്കാരങ്ങളുടെയും പാരമ്പര്യം, ഇതിനെയെല്ലാം പടിപടിയായിട്ട് ഒഴിച്ചു നിർത്തി പാരമ്പര്യം എന്ന് പറയുന്നതിന് അതിൻ്റെ ബഹുത്വത്തിൽ നിന്ന് വെട്ടി അടർത്തി മാറ്റി അതിനെ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഒരു ശില്പം പോലെ ആക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് വാസ്തവത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 12,000 കൊല്ലത്തെ ഇന്ത്യ ചരിത്രം തിരുത്തി എഴുതാനായിട്ട് 6 മാസം കൊണ്ട് റിപ്പോർട്ട് നൽകാനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ കമ്മിറ്റിയിൽ വടക്കിഴക്കൻ ഇന്ത്യയിൽ നിന്നൊരാളില്ല, ദ്രാവിഡ ദേശങ്ങളിൽ നിന്നൊരാളില്ല, സ്ത്രീകളിൽ നിന്നൊരാളില്ല. ഉത്തരേന്ത്യയിലെ ബ്രാഹ്മണ മണ്ഡലത്തിൻ്റെ പ്രസിഡന്റിനെ പോലുള്ള ആളുകൾ ഉണ്ട്. 12,000 വർഷത്തെ ഇന്ത്യ ചരിത്രം പുനഃപരിശോധിക്കലാണ് ലക്ഷ്യം. കാലപരിധി 6 മാസം. ഇങ്ങനെ ഒരു രാഷ്ട്രം അതിൻ്റെ അടിസ്ഥാന യുക്തികളിൽ നിന്ന് പറിച്ചു മാറ്റപ്പെടുന്ന ഒരു സവിശേഷ സന്ധിയിലാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം വികസിച്ചു വന്ന സമയത്ത് 2 ധാരകളുണ്ടായിരുന്നു. അതിലൊന്ന് 19-ാം നൂറ്റാണ്ട് അവസാനം മുതൽ ആരംഭിക്കുകയും ഏതാണ്ട് 1920-കൾ വരെ പ്രബലമായി തുടരുകയും ചെയ്ത മതദേശീയതാ സങ്കല്പമാണ്. പല അനുവാദങ്ങളിലാണെങ്കിലും ദേശീയതയുടെ ഒരു ആധാര ബിന്ദുവായി മിക്കവാറും പരിഗണിക്കപ്പെട്ടത് മതമാണ്. അത് ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആലോചനയിലായാലും, അത് ബാലഗംഗാധര തിലകന്റെ ആലോചനയിലായാലും, അരവിന്ദ ഘോഷിന്റെ ആലോചനകളിലായാലും ഒക്കെ ഈ മതമെന്ന അംശം പല അനുവാദങ്ങളിൽ കൂടി കലരുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലമായപ്പോഴേക്കും ഇത് കൂടുതൽ തീവ്രമായി. സ്വദേശി പ്രസ്ഥാനത്തിന്റെ സമരമുദ്രാവാക്യങ്ങളിലേക്ക് മതം ശക്തമായി കടന്നു കയറി. അങ്ങനെ മതാധിഷ്ഠിതമായ ഒരു രാഷ്ട്രബോധം ഏതാണ്ട് ആദ്യത്തെ 4 പതിറ്റാണ്ട് കാലം ഇന്ത്യൻ ദേശീയത എന്ന ആശയത്തെ വലിയ തോതിൽ വലയം ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഗാന്ധിജി മടങ്ങി വരുന്നത്. 1915 ഗാന്ധിജി ഇന്ത്യയിലെത്തി. നിങ്ങൾ ഓർക്കേണ്ട കൗതുകമുള്ളൊരു കാര്യമുണ്ട്, ഗാന്ധിജിക്ക് അപ്പോഴേക്കും 45 വയസ്സായി. പങ്കജ മിശ്ര ഗാന്ധിജിയെ കുറിച്ച് എഴുതിയ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം, തൻ്റെ 45-ാം വയസ്സിൽ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത് വരെ ഗാന്ധിജി ഇന്ത്യയിലെ ദരിദ്രനായ ഒരു കർഷകനെയോ ഗ്രാമീണനെയോ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു എന്നതാണ്. അദ്ദേഹം 1869 ജനിച്ചു. 20-ാം വയസ്സാകുന്നതിന് മുമ്പ് അദ്ദേഹം ലണ്ടനിലെത്തി. 3 വർഷക്കാലം അവിടെ നിയമബിരുദത്തിന് പഠിച്ചു. ആ സമയത്തൊരു 1-ാം തരം ഇംഗ്ലീഷ് ജെന്റിൽമാൻ ആവാനുള്ള എല്ലാ പരിശീലനങ്ങളും നേടി. ഗാന്ധിജി ഒരു ഇംഗ്ലീഷ് ജെന്റിൽമാൻ ആവാൻ പല പരിശീലനങ്ങൾ നേടിയ ആളാണ്. അദ്ദേഹം സായാഹ്ന സവാരിക്ക് പ്രത്യേകം വസ്ത്രം തയ്പ്പിച്ച ആളാണ്. അദ്ദേഹം ഇംഗ്ലീഷ് ഉച്ചാരണത്തിൽ പറയാൻ പരിശീലനം നേടിയ ആളാണ്. അദ്ദേഹം വയലിൻ വായിക്കാൻ പഠിച്ച ആളാണ്. പാശ്ചാത്യ സമ്പ്രദായങ്ങളിൽ പൂർണ്ണമായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് പാശ്ചാത്യ നൃത്തവും പഠിച്ച ഒരാളാണ് ഗാന്ധിജി. നിങ്ങൾക്ക് ആലോചിക്കാവുന്നതിൻ്റെ പരമാവധി ഇതാണ്. വെസ്റ്റേൺ ഡാൻസ് അറിയുന്ന ഒരു ഗാന്ധിയെ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റില്ല സാധാരണ. ഗാന്ധിക്ക് അറിയായിരുന്നു
കാരണം ഗാന്ധിജി ഒരു ഇംഗ്ലീഷ് ജെന്റിൽമാനായി ഇംഗ്ലണ്ടിൽ ജീവിക്കണം എന്നാണ് കരുതിയിരുന്നത്. അതിനുവേണ്ടി എല്ലാ പരിശീലനവും നേടി. 91 അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. ഗുജറാത്തിൽ അല്പകാലം വക്കീലാവാൻ ശ്രമിച്ചു. അദ്ദേഹം വിജയിച്ചില്ല. ബോംബെയിൽ കുറച്ചു കാലം വക്കീലായി പ്രാക്ടീസ് ചെയ്തു. അവിടെയും അദ്ദേഹം നല്ല വലിയൊരു വക്കീലായില്ല. നെഹ്റു ലോകോത്തര വക്കീലായിരുന്നു. മോത്തിലാൽ നെഹ്റു ഒക്കെ ലോകം മുഴുവൻ ശ്രദ്ധിച്ച വക്കീലന്മാരിലുള്ളായിരുന്നു. ഗാന്ധിജി ഒരു പരാജയപ്പെട്ട വക്കീലായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോവുകയും ഒരു കമ്പനിയുടെ കണക്കെഴുത്തുകാരനായിട്ടാണ് ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. അവിടെ നിന്ന് അദ്ദേഹം വലിയ സമരങ്ങൾക്ക് തുടക്കം കുറിച്ചു. 915 അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. അപ്പോഴേക്കും ദേശീയ പ്രസ്ഥാനത്തിന്റെ ജീവിതം ഏതാണ്ട് ഒരു 4 പതിറ്റാണ്ട് പിന്നിട്ടു. ഈ 4 പതിറ്റാണ്ട് പിന്നിട്ട സമയത്താണ് ഗാന്ധിജി മടങ്ങി വരുന്നത്. ഗാന്ധിജി മടങ്ങി വന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലുണ്ടാക്കിയ സുപ്രധാനമായ 2 മാറ്റങ്ങളുണ്ട്. ഒന്ന്, പ്രൊഫസർ ഇർഫാൻ ഹബീബ് ഗാന്ധിയെക്കുറിച്ച് എഴുതിയ വളരെ പ്രസിദ്ധമായ ഒരു പഠനത്തിൽ പറയുന്ന ഒരു കാര്യം, അമൂർത്തമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളല്ല, മൂർത്തമായ ഭൗതിക പ്രശ്നങ്ങളിൽ നിന്ന് വേണം സമരം തുടങ്ങാൻ എന്ന ഇടതുപക്ഷ തന്ത്രം ഇന്ത്യയിൽ ഏറ്റവും ഫലപ്രദമായി വിനിയോഗിച്ചത് ഗാന്ധിജിയാണ്. കാരണം തിലകൻ പറഞ്ഞത് സ്വരാജ് എന്നാണ്, ഗാന്ധിജി പറഞ്ഞത് കർഷകന് വിളവിന് വില കിട്ടണം എന്നാണ്. ഗാന്ധിയുടെ ആദ്യത്തെ സമരത്തിന്റെ പേര് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരനിലെ കർഷകർക്ക് വിളവിന് വില കിട്ടണം എന്നായിരുന്നു ഗാന്ധിജി തുടങ്ങിയത്. പൂർണ്ണ സ്വരാജ് എന്നോ ക്വിറ്റ് ഇന്ത്യ എന്നുള്ള മുദ്രാവാക്യം അദ്ദേഹം ഏറ്റെടുക്കുമ്പോൾ 40കൾ കഴിഞ്ഞു. കാരണം അതുവരെ അമൂർത്തമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിൽ ദേശാഭിമാനം, ഭാരതം, ഭാരതവർഷം, ഭാരതാംബ ഇങ്ങനെയൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മനുഷ്യരെയും കർഷകരെയും തൊഴിലാളികളെയും അവരുടെ ജീവിതത്തെ ഒരു നിലയ്ക്കും സ്പർശിക്കാത്ത ഏതോ അമൂർത്തമായ ആശയങ്ങളായിട്ട് നിൽക്കുമ്പോഴാണ് ഗാന്ധിജി പറഞ്ഞത് വിളവിന് വില കിട്ടണം, ഉപ്പിന് നികുതി കൊടുക്കാൻ കഴിയില്ല, പരുത്തി കർഷകർക്ക് അവരുടെ പരുത്തി വിൽക്കാൻ പറ്റണം, സ്വദേശി വസ്ത്രം ധരിക്കണം, അയിത്തം ആചരിക്കരുത്. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഉന്നയിക്കപ്പെട്ട ഓരോ മുദ്രാവാക്യങ്ങളും അത് ബ്രിട്ടൻ ഇന്ത്യ വിട്ടുപോവുക എന്ന കേവലാശയമായിട്ടല്ല, മറിച്ച് ഇന്ത്യയിലെ ജനങ്ങളുടെ അതിസാധാരണരായ മനുഷ്യരുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുക എന്നതിലേക്കാണ് ചെന്നു ചേർന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ മനുഷ്യന്റെ ജീവിതത്തെ പുതുക്കി പണിയുന്ന ഒരു പരിപാടിയായിട്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം എന്നൊരാശയത്തെ രൂപാന്തരപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ അവസാനത്തെ മനുഷ്യനെയാണ് ഗാന്ധിജി അന്ത്യജൻ എന്ന് വിളിച്ചത്. അന്ത്യോദയം എന്ന് അദ്ദേഹം പറയും. അവസാനത്തെ ഉദയമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ രാഷ്ട്രത്തിന്റെ പ്രഥമ ദൗത്യം, ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ഇന്ത്യൻ നേഷൻ? അദ്ദേഹത്തിന്റെ ചെറിയ ഉത്തരമായിരുന്നു. ഗാന്ധിജി അങ്ങനെ ദീർഘമായ വാക്യങ്ങളിൽ സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല, വളരെ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ മറ്റാർക്കും കഴിയാത്ത അത്ര ധീരമായ വാക്യങ്ങളായിരുന്നു. ഗാന്ധിജി അദ്ദേഹത്തിന്റെ അവസാന കാലത്തെ പ്രാർത്ഥനാ സമ്മേളനങ്ങളിൽ ടാഗോറിന്റെ ഒരു വരിയാണ് സ്ഥിരം ഉദ്ധരിക്കുക, നിങ്ങൾ പറയുന്നത് ആരും ചെവിക്കൊള്ളുന്നില്ലെങ്കിൽ തനിയെ നടക്കുക എന്ന ടാഗോറിന്റെ ഗീതങ്ങളിൽ ഒന്നാണ് ഗാന്ധിജി സ്ഥിരം ഉദ്ധരിച്ചിരുന്നത്. കാരണം തനിയെ നടക്കാൻ ഇത്രയും ബലമുള്ള ഒരാളെ നിങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ വേറെ കാണില്ല. വിഭജനം കഴിഞ്ഞ് തലസ്ഥാന നഗരം തീ പിടിച്ചു നിൽക്കുന്നു. പാകിസ്ഥാനിൽ നിന്ന് ലക്ഷോപലക്ഷം ഹിന്ദു അഭയാർത്ഥികൾ വരുന്നു. ഡൽഹിയിലെ തെരുവുകൾ മുഴുവൻ കലാപഭൂമിയായി തീരുന്നു. ഒഴിഞ്ഞുപോയ ഇടങ്ങളിലെ പള്ളികളെല്ലാം തന്നെ ഈ അഭയാർത്ഥികളായി മടങ്ങി വന്നവർ പിടിച്ചടക്കുന്നു, കയ്യേറുന്നു. ഗാന്ധിജി നിരാഹാര സമരം ആരംഭിക്കുന്നു. ഗാന്ധിജി 2 മുദ്രാവാക്യങ്ങളാണ് വെച്ചത്. ഒന്ന്, പാകിസ്ഥാൻ ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കാൻ ബാക്കിയുള്ള 55 കോടി രൂപ പാകിസ്ഥാന് കൊടുക്കണം. അതിനു മുമ്പ് ഒരു യുദ്ധം കഴിഞ്ഞിരിക്കുന്നു. ഒരു ഇൻഡോ പാക് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ശത്രുരാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് 55 കോടി രൂപ കൊടുക്കണമെന്നാവശ്യപ്പെട്ട് താൻ രാഷ്ട്രപിതാവായി മാനിക്കപ്പെടുന്ന ഒരു രാജ്യത്തിനെതിരെ നിരാഹാരം കിടന്ന ഒരാളുടെ പേരാണ് ഗാന്ധിജി എന്നത് നാം മറന്നുകൂടാ. അത് ആത്മബലത്തിന്റെ അവസാനത്തെ പടവിലെത്തിയ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഡൽഹിയിൽ കയ്യേറിയ മുഴുവൻ പള്ളികളും വിട്ടുകൊടുക്കണം. അത് മുസ്ലിങ്ങളുടെ പള്ളികളാണ്, അത് മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കണം. അപ്പൊ പലരും പറഞ്ഞു പാകിസ്ഥാനിൽ പല ആക്രമണങ്ങളും നടക്കുന്നു. ഗാന്ധിജിക്ക് വളരെ ലളിതമായ ഉത്തരവുണ്ട്, അവിടെ നടന്ന തിന്മയ്ക്കുള്ള പരിഹാരം ഇവിടെ കൂടി നടക്കുന്ന തിന്മയല്ല. അതുകൊണ്ട് ഗാന്ധിജി അതിൽ കർക്കശമായ നിലപാടെടുത്തു. ഗാന്ധിജിയെ മരിക്കാൻ വിടൂ, പള്ളികൾ ഞങ്ങൾക്ക് തരൂ എന്ന് മുദ്രാവാക്യം വിളിച്ച് 10,000-കണക്കിന് ആളുകൾ ഡൽഹിയിൽ പ്രകടനം നടത്തിയിരുന്നു. ഗാന്ധിജി വഴങ്ങിയില്ല. ആ വഴങ്ങായികയുടെ പേരാണ് ഗാന്ധിസം എന്നത്, അതല്ലാതെ വെറുതിരിക്കലിന്റെ പേരല്ല.
ആ വഴങ്ങായികയുടെ പേരാണ്. അദ്ദേഹത്തിൻ്റെ ആത്മബലം അസാധാരണമാണ്. വേറൊരു സന്ദർഭം കൂടിയുണ്ട്. 47 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. 19-ാം തീയതി കൽക്കട്ടയിലെ ടോളിഗഞ്ച് മൈതാനത്ത് ഗാന്ധിയുടെ പ്രാർത്ഥനാ സമ്മേളനം. സ്വാതന്ത്ര്യപ്രാപ്തിയുടെ സമയത്ത് ഗാന്ധിജി കൽക്കട്ടയിലാണ്. പ്രാർത്ഥനാ സമ്മേളനത്തിൽ ഗാന്ധിയോടൊപ്പം അന്ന് സുഹ്രവർദിയുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ബംഗാളിലെ വലിയ നേതാവായ സുഹ്രവർദിയുണ്ട്. എല്ലാവരും പ്രാർത്ഥനാ സമ്മേളനത്തിൽ എത്തിയതിനു ശേഷം വന്ദേമാതരം ആലപിക്കപ്പെട്ടു. വന്ദേമാതരത്തിന് മുസ്ലിം ലീഗ് എതിരായിരുന്നു. ഇന്ത്യയിലെ മുസ്ലിം മതസംഘടനകളൊക്കെ തന്നെ വന്ദേമാതരം ഒരു ഹൈന്ദവ ഗാനമാണ് എന്നുള്ളത് കൊണ്ട് അതിനെ ദേശീയ ഗാനമാക്കുന്നതിനെതിരായിരുന്നു, സുഹ്രവർദിയുമെതിരായിരുന്നു. എങ്കിലും കൽക്കട്ടയിലെ ആ സന്ദർഭത്തിന്റെ നിർണായകമായൊരു പ്രാധാന്യം കണക്കിലെടുത്ത് സുഹ്രവർദി ഈ വന്ദേമാതരം ആലപിച്ച സമയത്ത് എഴുന്നേറ്റിരുന്നു. ഗാന്ധിജി പക്ഷെ എഴുന്നേറ്റില്ല. ഗാന്ധിജി അവിടെ തന്നെ ഇരുന്നു. മറ്റെല്ലാവരും എഴുന്നേറ്റ് നിൽക്കെ വന്ദേമാതരം ആലപിക്കുമ്പോൾ ഗാന്ധിജി ഇരുന്നു. ഗാന്ധിജി പറഞ്ഞൊരു കാര്യം, ഈ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നൊക്കെ ഉള്ളത് അതൊരു പാശ്ചാത്യ സമ്പ്രദായമാണ്, നാം അത് അതേപടി പിന്തുടരേണ്ട കാര്യമില്ല. ഇന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ, ഞാനിത് ഗാന്ധി പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ 124 അല്ലെങ്കിൽ അടുത്ത ദിവസം ഇരിക്കാം. 124 എന്ന് പറഞ്ഞിട്ട് കൊളോണിയൽ ഭരണകാലത്ത് ഉണ്ടാക്കിയതാ രാജ്യദ്രോഹം. ഇന്ന് നിങ്ങൾ ഈ രാജ്യത്തെ ദരിദ്രരായ മനുഷ്യർ പട്ടിണിയിലാണ്, ഗ്രാമീണർ പട്ടിണിയിലാണ്, കർഷകർ ആത്മഹത്യ ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രാജ്യദ്രോഹിയായിത്തീരും. അങ്ങനെ ഒരു വകുപ്പുണ്ട്. ആ വകുപ്പിനെ കുറിച്ച് കൂടിയാണ്. ഒരു കാലത്ത് അതായിരുന്നു. സിനിമാ തിയേറ്ററിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ ചാടി എഴുന്നേക്കുന്നതിൻ്റെ പേരായിരുന്നു രാജ്യസ്നേഹം. അല്ലാതെ ഈ രാജ്യത്ത് അവസാനത്തെ മനുഷ്യനെ കാണുന്ന ഒരു കണ്ണുണ്ടാവലിന്റെ പേരല്ല. രാജ്യസ്നേഹത്തിന് ഒറ്റ അർത്ഥമുള്ളൂ, അത് അവസാനത്തെ ആളെ കാണല. അതാണ് ഗാന്ധിയോട് ചോദിച്ചപ്പോൾ ഗാന്ധി പറഞ്ഞത്, വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഇന്ത്യൻ നേഷൻ? ഗാന്ധിയുടെ ഒറ്റ വാക്യത്തിലുള്ള ചെറിയ ഉത്തരമാണ്, വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദ കോമൺ മാൻ. ഏറ്റവും നിസ്വനായ മനുഷ്യന്റെ കണ്ണീരൊപ്പണം. അതിൽ കൂടുതലൊന്നുമില്ല, അതിൽ കുറഞ്ഞു ഒന്നുമില്ല. ഇത് നമ്മുടെ ആലോചനകളുടെ വിദൂര ചക്രവാളങ്ങളിൽ പോലും തെളിയാത്ത ഒരു മാനദണ്ഡമായി. നമ്മുടെ ആലോചനകളുടെ വിദൂര ചക്രവാളത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയോ എന്നറിയാൻ ഞാനൊരു ഉരകല്ല് തരാം എന്ന് ഗാന്ധിജി പറയുന്നില്ല. ഐ വിൽ ഗീവ് യു എ ടെസ്റ്റ് ഓൺ തിങ്ക് ഓഫ് ദ പൂറസ്റ്റ് ഓഫ് ദ പൂർ യു ഹാവ് എവർ സീൻ. നിങ്ങൾ ഇക്കാലം വരെ കണ്ടതിൽ വെച്ച് പരമനിസ്വനായ ഒരാളെ മനസ്സിലാലോചിക്കുക. അയാൾക്ക് ഗുണകരമാണെങ്കിൽ നിങ്ങൾ ശരിയാണ്. ഇത്രയേ ഉള്ളൂ. ഗാന്ധിയുടെ പ്രമാണങ്ങളൊക്കെ വളരെ വളരെ ലഘുവായിരുന്നു. പക്ഷേ ആ പ്രമാണങ്ങളോളം സങ്കീർണമായ, നടപ്പാക്കാൻ പ്രയാസമുള്ള ഒരു പ്രമാണം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗാന്ധിജി അത് നടപ്പാക്കാൻ ശ്രമിച്ചാണ്. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, എന്താണ് ഇന്നിപ്പോൾ ദേശീയതയുടെ പേരിൽ ഈ രാജ്യം ഏതാണ്ട് ഭ്രാന്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയത, ഫാഷിസത്തെക്കുറിച്ച് പഠിച്ച് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, അതിതീവ്രമായ ദേശീയ ബോധമാണ് ഫാഷിസത്തിന്റെ എക്കാലത്തെയും വലിയ അടയാളം. അതുകൊണ്ട് ദേശാഭിമാനം എന്നത് നിങ്ങൾ മാത്രമാണ് എന്ന ഭീമാകാരമായ ഒരു തെറ്റിദ്ധാരണയുടെ പേരാണ്. പണ്ട് വിജയൻ മാഷ് പറയുന്ന ഒരു ഫലിതമുണ്ട്, അമ്പിളി നിങ്ങളുടെ മാനത്താണ് ഉദിച്ചതെന്ന് കരുതാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എപ്പോൾ വരെയാണെന്ന് ചോദിച്ചാൽ അപ്പുറത്തെ പറമ്പിൽ പോയി നോക്കുന്നത് വരെയാണ്. നോക്കിയാൽ അവിടെ അമ്പിളി ഉദിച്ചിട്ടുണ്ടാവും. നോക്കാതിരിക്കുന്നതിൻ്റെ പേരാണ് രാജ്യസ്നേഹം. അതുകൊണ്ട് ടാഗോർ പ്രാർത്ഥിച്ചത് ഇന്ത്യ ലോകം കീഴടക്കണം എന്നല്ല. ടാഗോറിന്റെ പ്രാർത്ഥനയിൽ തെളിഞ്ഞ ഇന്ത്യ വേറൊരു ഇന്ത്യയാണ്. വേർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ ഇൻ ടു ഫ്രാഗ്മെന്റ്സ് ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ് ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവേക്ക്. എവിടെയാണോ ലോകം ഇടുങ്ങിയ ഭിത്തികൾ കൊണ്ട് വെട്ടിമുറിക്കപ്പെട്ടിട്ടില്ലാത്തത്, സ്വാതന്ത്ര്യത്തിന്റെ ആ സ്വർഗത്തിലേക്ക് എൻ്റെ രാജ്യത്തെ കൂടി ഉയർത്തേണമേ. എൻ്റെ രാജ്യം ചെന്ന് ചേരേണ്ട മറ്റൊരു സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗമുണ്ട്. അത് അതിരുകളില്ലാത്ത ഒരു ലോകമാണ് എന്ന് ടാഗോർ കരുതിയിരുന്നു. ഗാന്ധിജിക്ക് ആ ബോധ്യമുണ്ടായിരുന്നു. അദ്ദേഹം ദേശീയതയെ സങ്കല്പിക്കുമ്പോൾ പോലും ഈ ദേശീയതയെ രൂപപ്പെടുത്തുന്നത് ഏതെങ്കിലും ഒരു മതമല്ല, ഏതെങ്കിലും ഒരു ഭാഷയല്ല, ഏതെങ്കിലും ഒരു സംസ്കാരമല്ല എന്ന് പ്രയോഗത്തിൽ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ച ആളാണ്. അജന്തയാണ് ഇന്ത്യൻ ചിത്രകലയുടെ പ്രാരംഭ ബിന്ദു എന്ന് പറയുന്നത് പോലെ ആദിവാസികളായ വർളി ചിത്രങ്ങൾ ഇന്ത്യൻ ചിത്രകലയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയാതെ പോകും. ഇത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പാരമ്പര്യം എന്നത് ഏകശിലാത്മകമായ ഒരു രൂപത്തിൻ്റെ പേരല്ല, മറിച്ച് പാരമ്പര്യങ്ങൾ എന്ന ബഹുവചനമാണ് പ്രധാനം. അതിലൊന്ന് വ്യത്യസ്ത മതങ്ങളിൽ നിന്ന് വികസിച്ചു വന്ന പാരമ്പര്യങ്ങളാണ്.
അത് കൊണ്ടുവന്ന സ്വാധീനങ്ങളാണ്, അവയുണ്ടാക്കിയ കലർപ്പുകളാണ്. രണ്ടാമത്തേത് തദ്ദേശീയ ജനസമൂഹങ്ങൾ വികസിപ്പിച്ചെടുത്ത വൈഭവങ്ങളും വിജ്ഞാനങ്ങളുമാണ്. ആദിവാസികളാകാം, പ്രാദേശിക ജനതയാകാം, അവരുണ്ടാക്കിയ ചിത്രപാരമ്പര്യം, ശില്പപാരമ്പര്യം, കൈവേലത്തരങ്ങൾ, അവരുടെ രസവിദ്യ, അവരുടെ ലോകവിദ്യ, അങ്ങനെ നൂറുകണക്കായ സവിശേഷ പാരമ്പര്യങ്ങൾ ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിൽ വികസിച്ചു വന്നിരുന്നു. ആ പാരമ്പര്യങ്ങളെ നാം നമ്മുടെ ദേശീയ പാരമ്പര്യം എന്ന നിലയിൽ മനസ്സിലാക്കുന്നത് വളരെ കുറവാണ്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇതോടൊപ്പം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒന്ന് ഇന്ത്യ ജന്മം നൽകിയ ഭൗതിക വിജ്ഞാനങ്ങളുടെ പാരമ്പര്യമാണ്. ഇന്ത്യ ജന്മം നൽകിയ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വലിയ പാരമ്പര്യം, അത് ആയുർവേദത്തിലാകാം, അത് രസതന്ത്രത്തിലാകാം, ഗണിതത്തിലാകാം, ഇങ്ങനെ എത്രയോ വലിയ പാരമ്പര്യങ്ങൾക്ക് ഇന്ത്യ ജന്മം നൽകി. അതിനെ നാം നമ്മുടെ നാഷണൽ ട്രഡീഷൻ എന്ന് മനസ്സിലാക്കുന്നത് വളരെ കുറവാണ്. വേദങ്ങൾ ഭാരതീയ പാരമ്പര്യമാണെന്ന് പറയുന്നത് പോലെ കാമസൂത്രം ഭാരതീയ പാരമ്പര്യമാണ് എന്ന് പറയാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ കാമം എന്നതിനെ ഒരടിസ്ഥാന മനുഷ്യ ചോദനയായി കണ്ട് ആ മനുഷ്യ ചോദനയെ അതിസൂക്ഷ്മമായി വിശകലനം ചെയ്ത് അതേക്കുറിച്ചൊരു വൈജ്ഞാനിക ധാരയെ രൂപപ്പെടുത്തുകയും ഏതാണ്ട് ക്രിസ്തുവിന് മുമ്പ് 2-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തു വർഷം 10-ാം നൂറ്റാണ്ട് വരെ നൂറുകണക്കായ ഗ്രന്ഥങ്ങൾ ആ ശാഖയ്ക്കുള്ളിൽ പിറവിയെടുക്കുകയും ചെയ്തൊരു പ്രദേശമാണ് ഇന്ത്യ. ഇന്ത്യയിൽ കാമസൂത്രം ജനിച്ച് പിന്നീട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് അറേബ്യയിൽ സുഗന്ധോദ്യാനം എന്ന പേരിൽ മറ്റൊരു കാമശാസ്ത്ര ഗ്രന്ഥം നിലവിൽ വരുന്നത്. ആ കാമസൂത്രത്തെയോ അർത്ഥശാസ്ത്രത്തെയോ ഒന്നും ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പരിഗണിക്കാൻ പൊതുവെ നാം സന്നദ്ധമല്ല. അങ്ങനെ നമ്മുടെ ഭൗതിക വിജ്ഞാനത്തിൻ്റെ പാരമ്പര്യം, നമ്മുടെ തദ്ദേശീയ ജനസംസ്കാരത്തിൻ്റെ പാരമ്പര്യം, ഇതര മതങ്ങളുണ്ടാക്കിയ ജീവിതബോധ്യങ്ങളുടെയും ആവിഷ്കാരങ്ങളുടെയും പാരമ്പര്യം, ഇതിനെയെല്ലാം പടിപടിയായിട്ട് ഒഴിച്ചു നിർത്തി പാരമ്പര്യം എന്ന് പറയുന്നതിന് അതിൻ്റെ ബഹുത്വത്തിൽ നിന്ന് വെട്ടി അടർത്തി മാറ്റി അതിനെ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഒരു ശില്പം പോലെ ആക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് വാസ്തവത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 12,000 കൊല്ലത്തെ ഇന്ത്യ ചരിത്രം തിരുത്തി എഴുതാനായിട്ട് 6 മാസം കൊണ്ട് റിപ്പോർട്ട് നൽകാനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ കമ്മിറ്റിയിൽ വടക്കിഴക്കൻ ഇന്ത്യയിൽ നിന്നൊരാളില്ല, ദ്രാവിഡ ദേശങ്ങളിൽ നിന്നൊരാളില്ല, സ്ത്രീകളിൽ നിന്നൊരാളില്ല. ഉത്തരേന്ത്യയിലെ ബ്രാഹ്മണ മണ്ഡലത്തിൻ്റെ പ്രസിഡന്റിനെ പോലുള്ള ആളുകൾ ഉണ്ട്. 12,000 വർഷത്തെ ഇന്ത്യ ചരിത്രം പുനഃപരിശോധിക്കലാണ് ലക്ഷ്യം. കാലപരിധി 6 മാസം. ഇങ്ങനെ ഒരു രാഷ്ട്രം അതിൻ്റെ അടിസ്ഥാന യുക്തികളിൽ നിന്ന് പറിച്ചു മാറ്റപ്പെടുന്ന ഒരു സവിശേഷ സന്ധിയിലാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം വികസിച്ചു വന്ന സമയത്ത് 2 ധാരകളുണ്ടായിരുന്നു. അതിലൊന്ന് 19-ാം നൂറ്റാണ്ട് അവസാനം മുതൽ ആരംഭിക്കുകയും ഏതാണ്ട് 1920-കൾ വരെ പ്രബലമായി തുടരുകയും ചെയ്ത മതദേശീയതാ സങ്കല്പമാണ്. പല അനുവാദങ്ങളിലാണെങ്കിലും ദേശീയതയുടെ ഒരു ആധാര ബിന്ദുവായി മിക്കവാറും പരിഗണിക്കപ്പെട്ടത് മതമാണ്. അത് ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആലോചനയിലായാലും, അത് ബാലഗംഗാധര തിലകന്റെ ആലോചനയിലായാലും, അരവിന്ദ ഘോഷിന്റെ ആലോചനകളിലായാലും ഒക്കെ ഈ മതമെന്ന അംശം പല അനുവാദങ്ങളിൽ കൂടി കലരുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലമായപ്പോഴേക്കും ഇത് കൂടുതൽ തീവ്രമായി. സ്വദേശി പ്രസ്ഥാനത്തിന്റെ സമരമുദ്രാവാക്യങ്ങളിലേക്ക് മതം ശക്തമായി കടന്നു കയറി. അങ്ങനെ മതാധിഷ്ഠിതമായ ഒരു രാഷ്ട്രബോധം ഏതാണ്ട് ആദ്യത്തെ 4 പതിറ്റാണ്ട് കാലം ഇന്ത്യൻ ദേശീയത എന്ന ആശയത്തെ വലിയ തോതിൽ വലയം ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഗാന്ധിജി മടങ്ങി വരുന്നത്. 1915 ഗാന്ധിജി ഇന്ത്യയിലെത്തി. നിങ്ങൾ ഓർക്കേണ്ട കൗതുകമുള്ളൊരു കാര്യമുണ്ട്. ഗാന്ധിജിക്ക് അപ്പോഴേക്കും 45 വയസ്സായി. പങ്കജ മിശ്ര ഗാന്ധിജിയെ കുറിച്ച് എഴുതിയ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം, തൻ്റെ 45-ാം വയസ്സിൽ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത് വരെ ഗാന്ധിജി ഇന്ത്യയിലെ ദരിദ്രനായ ഒരു കർഷകനെയോ ഗ്രാമീണനെയോ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു എന്നതാണ്. അദ്ദേഹം 1869 ജനിച്ചു. 20-ാം വയസ്സാകുന്നതിന് മുമ്പ് അദ്ദേഹം ലണ്ടനിലെത്തി. 3 വർഷക്കാലം അവിടെ നിയമബിരുദത്തിന് പഠിച്ചു. ആ സമയത്ത് ഒരു 1-ാം തരം ഇംഗ്ലീഷ് ജെന്റിൽമാൻ ആവാനുള്ള എല്ലാ പരിശീലനങ്ങളും നേടി. ഗാന്ധിജി ഒരു ഇംഗ്ലീഷ് ജെന്റിൽമാൻ ആവാൻ പല പരിശീലനങ്ങൾ നേടിയ ആളാണ്. അദ്ദേഹം സായാഹ്ന സവാരിക്ക് പ്രത്യേകം വസ്ത്രം തയ്പ്പിച്ച ആളാണ്. അദ്ദേഹം ഇംഗ്ലീഷ് ഉച്ചാരണത്തിൽ പറയാൻ പരിശീലനം നേടിയ ആളാണ്. അദ്ദേഹം വയലിൻ വായിക്കാൻ പഠിച്ച ആളാണ്.
പാശ്ചാത്യ സമ്പ്രദായങ്ങളിൽ പൂർണ്ണമായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് പാശ്ചാത്യ നൃത്തവും പഠിച്ച ഒരാളാണ് ഗാന്ധിജി. നിങ്ങൾക്ക് ആലോചിക്കാവുന്നതിൻ്റെ പരമാവധി ഇതാണ്. വെസ്റ്റേൺ ഡാൻസ് അറിയുന്ന ഒരു ഗാന്ധിയെ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റില്ല സാധാരണ. ഗാന്ധിക്ക് അറിയായിരുന്നു. കാരണം ഗാന്ധിജി ഒരു ഇംഗ്ലീഷ് ജെന്റിൽമാനായി ഇംഗ്ലണ്ടിൽ ജീവിക്കണം എന്നാണ് കരുതിയിരുന്നത്. അതിനുവേണ്ടി എല്ലാ പരിശീലനവും നേടി. 91 അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. ഗുജറാത്തിൽ അല്പകാലം വക്കീലാവാൻ ശ്രമിച്ചു. അദ്ദേഹം വിജയിച്ചില്ല. ബോംബെയിൽ കുറച്ചു കാലം വക്കീലായി പ്രാക്ടീസ് ചെയ്തു. അവിടെയും അദ്ദേഹം നല്ല വലിയൊരു വക്കീലായില്ല. നെഹ്റു ലോകോത്തര വക്കീലായിരുന്നു. മോത്തിലാൽ നെഹ്റു ഒക്കെ ലോകം മുഴുവൻ ശ്രദ്ധിച്ച വക്കീലന്മാരിലുള്ളായിരുന്നു. ഗാന്ധിജി ഒരു പരാജയപ്പെട്ട വക്കീലായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോവുകയും ഒരു കമ്പനിയുടെ കണക്കെഴുത്തുകാരനായിട്ടാണ് ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. അവിടെ നിന്ന് അദ്ദേഹം വലിയ സമരങ്ങൾക്ക് തുടക്കം കുറിച്ചു. 915 അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. അപ്പോഴേക്കും ദേശീയ പ്രസ്ഥാനത്തിന്റെ ജീവിതം ഏതാണ്ട് ഒരു 4 പതിറ്റാണ്ട് പിന്നിട്ടു. ഈ 4 പതിറ്റാണ്ട് പിന്നിട്ട സമയത്താണ് ഗാന്ധിജി മടങ്ങി വരുന്നത്. ഗാന്ധിജി മടങ്ങി വന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലുണ്ടാക്കിയ സുപ്രധാനമായ 2 മാറ്റങ്ങളുണ്ട്. ഒന്ന്, പ്രൊഫസർ ഇർഫാൻ ഹബീബ് ഗാന്ധിയെക്കുറിച്ച് എഴുതിയ വളരെ പ്രസിദ്ധമായ ഒരു പഠനത്തിൽ പറയുന്ന ഒരു കാര്യം, അമൂർത്തമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളല്ല, മൂർത്തമായ ഭൗതിക പ്രശ്നങ്ങളിൽ നിന്ന് വേണം സമരം തുടങ്ങാൻ എന്ന ഇടതുപക്ഷ തന്ത്രം ഇന്ത്യയിൽ ഏറ്റവും ഫലപ്രദമായി വിനിയോഗിച്ചത് ഗാന്ധിജിയാണ്. കാരണം തിലകൻ പറഞ്ഞത് സ്വരാജെന്ന, ഗാന്ധിജി പറഞ്ഞത് കർഷകന് വിളവിന് വില കിട്ടണം എന്നാണ്. ഗാന്ധിയുടെ ആദ്യത്തെ സമരത്തിന്റെ പേര് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരനിലെ കർഷകർക്ക് വിളവിന് വില കിട്ടണം എന്നായിരുന്നു ഗാന്ധിജി തുടങ്ങിയത്. പൂർണ്ണ സ്വരാജ് എന്നോ ക്വിറ്റ് ഇന്ത്യ എന്നുള്ള മുദ്രാവാക്യം അദ്ദേഹം ഏറ്റെടുക്കുമ്പോൾ 40കൾ കഴിഞ്ഞു. കാരണം അതുവരെ അമൂർത്തമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിൽ ദേശാഭിമാനം, ഭാരതം, ഭാരതവർഷം, ഭാരതാംബ, ഇങ്ങനെയൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മനുഷ്യരെയും കർഷകരെയും തൊഴിലാളികളെയും അവരുടെ ജീവിതത്തെ ഒരു നിലയ്ക്കും സ്പർശിക്കാത്ത ഏതോ അമൂർത്തമായ ആശയങ്ങളായിട്ട് നിൽക്കുമ്പോഴാണ് ഗാന്ധിജി പറഞ്ഞത് വിളവിന് വില കിട്ടണം, ഉപ്പിന് നികുതി കൊടുക്കാൻ കഴിയില്ല, പരുത്തി കർഷകർക്ക് അവരുടെ പരുത്തി വിൽക്കാൻ പറ്റണം, സ്വദേശി വസ്ത്രം ധരിക്കണം, അയിത്തം ആചരിക്കരുത്. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഉന്നയിക്കപ്പെട്ട ഓരോ മുദ്രാവാക്യങ്ങളും അത് ബ്രിട്ടൻ ഇന്ത്യ വിട്ടുപോവുക എന്ന കേവലാശയമായിട്ടല്ല, മറിച്ച് ഇന്ത്യയിലെ ജനങ്ങളുടെ, അതിസാധാരണരായ മനുഷ്യരുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുക എന്നതിലേക്കാണ് ചെന്നു ചേർന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ മനുഷ്യന്റെ ജീവിതത്തെ പുതുക്കി പണിയുന്ന ഒരു പരിപാടിയായിട്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം എന്നൊരാശയത്തെ രൂപാന്തരപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ അവസാനത്തെ മനുഷ്യനെയാണ് ഗാന്ധിജി അന്ത്യജൻ എന്ന് വിളിച്ചത്. അന്ത്യോദയം എന്ന് അദ്ദേഹം പറയും. അവസാനത്തെ ഉദയമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ രാഷ്ട്രത്തിന്റെ പ്രഥമ ദൗത്യം, ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ഇന്ത്യൻ നേഷൻ? അദ്ദേഹത്തിന്റെ ചെറിയ ഉത്തരമായിരുന്നു. ഗാന്ധിജി അങ്ങനെ ദീർഘമായ വാക്യങ്ങളിൽ സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല. വളരെ ചെറിയ കാര്യങ്ങൾ, പക്ഷേ മറ്റാർക്കും കഴിയാത്ത അത്ര ധീരമായ വാക്യങ്ങളായിരുന്നു. ഗാന്ധിജി അദ്ദേഹത്തിന്റെ അവസാന കാലത്തെ പ്രാർത്ഥനാ സമ്മേളനങ്ങളിൽ ടാഗോറിന്റെ ഒരു വരിയാണ് സ്ഥിരം ഉദ്ധരിക്കുക, നിങ്ങൾ പറയുന്നത് ആരും ചെവിക്കൊള്ളുന്നില്ലെങ്കിൽ തനിയെ നടക്കുക എന്ന ടാഗോറിന്റെ ഗീതങ്ങളിലൊന്നാണ് ഗാന്ധിജി സ്ഥിരം ഉദ്ധരിച്ചിരുന്നത്. കാരണം തനിയെ നടക്കാൻ ഇത്രയും ബലമുള്ള ഒരാളെ നിങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ വേറെ കാണില്ല. വിഭജനം കഴിഞ്ഞ് തലസ്ഥാന നഗരം തീ പിടിച്ചു നിൽക്കുന്നു. പാകിസ്ഥാനിൽ നിന്ന് ലക്ഷോപലക്ഷം ഹിന്ദു അഭയാർത്ഥികൾ വരുന്നു. ഡൽഹിയിലെ തെരുവുകൾ മുഴുവൻ കലാപഭൂമിയായിത്തീരുന്നു. ഒഴിഞ്ഞുപോയ ഇടങ്ങളിലെ പള്ളികളെല്ലാം തന്നെ ഈ അഭയാർത്ഥികളായി മടങ്ങി വന്നവർ പിടിച്ചടക്കുന്നു, കയ്യേറുന്നു. ഗാന്ധിജി നിരാഹാര സമരം ആരംഭിക്കുന്നു. ഗാന്ധിജി 2 മുദ്രാവാക്യങ്ങളാണ് വെച്ചത്. ഒന്ന്, പാകിസ്ഥാൻ ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കാൻ ബാക്കിയുള്ള 55 കോടി രൂപ പാകിസ്ഥാന് കൊടുക്കണം. അതിനു മുമ്പ് ഒരു യുദ്ധം കഴിഞ്ഞിരിക്കുന്നു. ഒരു ഇൻഡോ പാക് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ശത്രുരാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് 55 കോടി രൂപ കൊടുക്കണമെന്നാവശ്യപ്പെട്ട് താൻ രാഷ്ട്രപിതാവായി മാനിക്കപ്പെടുന്ന ഒരു രാജ്യത്തിനെതിരെ നിരാഹാരം കിടന്ന ഒരാളുടെ പേരാണ് ഗാന്ധിജി എന്നത് നാം മറന്നുകൂടാ. അത് ആത്മബലത്തിന്റെ അവസാനത്തെ പടവിലെത്തിയ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഡൽഹിയിൽ കയ്യേറിയ മുഴുവൻ പള്ളികളും വിട്ടുകൊടുക്കണം. അത് മുസ്ലിങ്ങളുടെ പള്ളികളാണ്, അത് മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കണം. അപ്പൊ പലരും പറഞ്ഞു പാകിസ്ഥാനിൽ പല ആക്രമണങ്ങളും നടക്കുന്നു. ഗാന്ധിജിക്ക് വളരെ ലളിതമായ ഉത്തരവുണ്ട്, അവിടെ നടന്ന തിന്മയ്ക്കുള്ള പരിഹാരം ഇവിടെ കൂടി നടക്കുന്ന തിന്മയല്ല.
അതുകൊണ്ട് ഗാന്ധിജി അതിൽ കർക്കശമായ നിലപാടെടുത്തു. ഗാന്ധിജിയെ മരിക്കാൻ വിടൂ, പള്ളികൾ ഞങ്ങൾക്ക് തരൂ എന്ന് മുദ്രാവാക്യം വിളിച്ച് 10,000-കണക്കിന് ആളുകൾ ഡൽഹിയിൽ പ്രകടനം നടത്തിയിരുന്നു. ഗാന്ധിജി വഴങ്ങിയില്ല. ആ വഴങ്ങായികയുടെ പേരാണ് ഗാന്ധിസം എന്നത്, അതല്ലാതെ വെറുതിരിക്കലിന്റെ പേരല്ല. ആ വഴങ്ങായികയുടെ പേരാണ്. അദ്ദേഹത്തിന്റെ ആത്മബലം അസാധാരണമാണ്. വേറൊരു സന്ദർഭം കൂടിയുണ്ട്. 47 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. 19-ാം തീയതി കൽക്കട്ടയിലെ ടോളിഗഞ്ച് മൈതാനത്ത് ഗാന്ധിയുടെ പ്രാർത്ഥനാ സമ്മേളനം. സ്വാതന്ത്ര്യപ്രാപ്തിയുടെ സമയത്ത് ഗാന്ധിജി കൽക്കട്ടയിലാണ്. പ്രാർത്ഥനാ സമ്മേളനത്തിൽ ഗാന്ധിയോടൊപ്പം അന്ന് സുഹ്രവർദിയുണ്ട്. മുസ്ലിം ലീഗിന്റെ ബംഗാളിലെ വലിയ നേതാവായ സുഹ്രവർദി. എല്ലാവരും പ്രാർത്ഥനാ സമ്മേളനത്തിൽ എത്തിയതിനു ശേഷം വന്ദേമാതരം ആലപിക്കപ്പെട്ടു. വന്ദേമാതരത്തിന് മുസ്ലിം ലീഗ് എതിരായിരുന്നു. ഇന്ത്യയിലെ മുസ്ലിം മതസംഘടനകളൊക്കെ തന്നെ വന്ദേമാതരം ഒരു ഹൈന്ദവ ഗാനമാണ് എന്നുള്ളത് കൊണ്ട് അതിനെ ദേശീയ ഗാനമാക്കുന്നതിനെതിരായിരുന്നു, സുഹ്രവർദിയുമെതിരായിരുന്നു. എങ്കിലും കൽക്കട്ടയിലെ ആ സന്ദർഭത്തിന്റെ നിർണായകമായൊരു പ്രാധാന്യം കണക്കിലെടുത്ത് സുഹ്രവർദി ഈ വന്ദേമാതരം ആലപിച്ച സമയത്ത് എഴുന്നേറ്റിരുന്നു. ഗാന്ധിജി പക്ഷെ എഴുന്നേറ്റില്ല. ഗാന്ധിജി അവിടെ തന്നെ. മറ്റെല്ലാവരും എഴുന്നേറ്റ് നിൽക്കെ വന്ദേമാതരം ആലപിക്കുമ്പോൾ ഗാന്ധിജി ഇരുന്നു. ഗാന്ധിജി പറഞ്ഞൊരു കാര്യം, ഈ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നൊക്കെ ഉള്ളത് അതൊരു പാശ്ചാത്യ സമ്പ്രദായമാണ്, നാം അത് അതേപടി പിന്തുടരേണ്ട കാര്യമില്ല. ഇന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ, ഞാനിത് ഗാന്ധി പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ 124 അല്ലെങ്കിൽ അടുത്ത ദിവസം ഇരിക്കാം. 124 എന്ന് പറഞ്ഞിട്ട് കൊളോണിയൽ ഭരണകാലത്ത് ഉണ്ടാക്കിയതാ രാജ്യദ്രോഹം. ഇന്ന് നിങ്ങൾ ഈ രാജ്യത്തെ ദരിദ്രരായ മനുഷ്യർ പട്ടിണിയിലാണ്, ഗ്രാമീണർ പട്ടിണിയിലാണ്, കർഷകർ ആത്മഹത്യ ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രാജ്യദ്രോഹിയായിത്തീരും. അങ്ങനെ ഒരു വകുപ്പുണ്ട്. ആ വകുപ്പിനെ കുറിച്ച് കൂടിയാണ്. ഒരു കാലത്ത് അതായിരുന്നു. സിനിമാ തിയേറ്ററിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ ചാടി എഴുന്നേക്കുന്നതിന്റെ പേരായിരുന്നു രാജ്യസ്നേഹം. അല്ലാതെ ഈ രാജ്യത്ത് അവസാനത്തെ മനുഷ്യനെ കാണുന്ന ഒരു കൺമണ്ടാവലിന്റെ പേരല്ല. രാജ്യസ്നേഹത്തിന് ഒറ്റ അർത്ഥമുള്ളൂ, അത് അവസാനത്തെ ആളെ കാണല. അതാണ് ഗാന്ധിയോട് ചോദിച്ചപ്പോൾ ഗാന്ധി പറഞ്ഞത്, വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഇന്ത്യൻ നേഷൻ? ഗാന്ധിയുടെ ഒറ്റ വാക്യത്തിലുള്ള ചെറിയ ഉത്തരമാണ്, വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദ കോമൺ മാൻ. ഏറ്റവും നിസ്വനായ മനുഷ്യന്റെ കണ്ണീരൊപ്പണം. അതിൽ കൂടുതലൊന്നുമില്ല, അതിൽ കുറഞ്ഞു ഒന്നുമില്ല. ഇത് നമ്മുടെ ആലോചനകളുടെ വിദൂര ചക്രവാളങ്ങളിൽ പോലും തെളിയാത്ത ഒരു മാനദണ്ഡമായി. നമ്മുടെ ആലോചനകളുടെ വിദൂര ചക്രവാളം. നിങ്ങൾ ചെയ്യുന്നത് ശരിയോ എന്നറിയാൻ ഞാനൊരു ഉരകല്ല് തരാം എന്ന് ഗാന്ധിജി പറയുന്നില്ല. ഐ വിൽ ഗിവ് യു എ ടെസ്റ്റ് ഓൺ തിങ്ക് ഓഫ് ദ പൂറസ്റ്റ് ഓഫ് ദ പൂർ യു ഹാവ് എവർ സീൻ. നിങ്ങൾ ഇക്കാലം വരെ കണ്ടതിൽ വെച്ച് പരമനിസ്വനായ ഒരാളെ മനസ്സിലാലോചിക്കുക. അയാൾക്ക് ഗുണകരമാണെങ്കിൽ നിങ്ങൾ ശരിയാണ്. അത്രയേ ഉള്ളൂ. ഗാന്ധിയുടെ പ്രമാണങ്ങളൊക്കെ വളരെ വളരെ ലഘുവായിരുന്നു. പക്ഷേ ആ പ്രമാണങ്ങളോളം സങ്കീർണമായ, നടപ്പാക്കാൻ പ്രയാസമുള്ള ഒരു പ്രമാണം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗാന്ധിജി അത് നടപ്പാക്കാൻ ശ്രമിച്ചാണ്. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, എന്താണ് ഇന്നിപ്പോ ദേശീയതയുടെ പേരിൽ ഈ രാജ്യം ഏതാണ്ട് ഭ്രാന്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയത, ഫാഷിസത്തെ കുറിച്ച് പഠിച്ച് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, അതിതീവ്രമായ ദേശീയ ബോധമാണ് ഫാഷിസത്തിന്റെ എക്കാലത്തെയും വലിയ അടയാളം. അതുകൊണ്ട് ദേശാഭിമാനം എന്നത് നിങ്ങൾ മാത്രമാണ് എന്ന ഭീമാകാരമായ ഒരു തെറ്റിദ്ധാരണയുടെ പേരാണ്. പണ്ട് വിജയമാഷ് പറയുന്ന ഒരു ഫലിതമുണ്ട്, അമ്പിളി നിങ്ങളുടെ മാനത്താണ് ഉദിച്ചതെന്ന് കരുതാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എപ്പോൾ വരെയാണെന്ന് ചോദിച്ചാൽ അപ്പുറത്തെ പറമ്പിൽ പോയി നോക്കുന്നത് വരെയാണ്. നോക്കി അവിടെ അമ്പിളി ഉദിച്ചിട്ടുണ്ടാവും. നോക്കാതിരിക്കുന്നതിന്റെ പേരാണ് രാജ്യസ്നേഹം. അതുകൊണ്ട് ടാഗോർ പ്രാർത്ഥിച്ചത് ഇന്ത്യ ലോകം കീഴടക്കണം എന്നല്ല. ടാഗോറിന്റെ പ്രാർത്ഥനയിൽ തെളിഞ്ഞ ഇന്ത്യ വേറൊരു ഇന്ത്യയാണ്. വേർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ ഇൻ ടു ഫ്രാഗ്മെന്റ്സ് ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ്, ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവേക്ക്. എവിടെയാണോ ലോകം ഇടുങ്ങിയ ഭിത്തികൾ കൊണ്ട് വെട്ടിമുറിക്കപ്പെട്ടിട്ടില്ലാത്തത്, സ്വാതന്ത്ര്യത്തിന്റെ ആ സ്വർഗത്തിലേക്ക് എൻ്റെ രാജ്യത്തെ കൂടി ഉയർത്തേണമേ. എൻ്റെ രാജ്യം ചെന്ന് ചേരേണ്ട മറ്റൊരു സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗമുണ്ട്. അത് അതിരുകളില്ലാത്ത ഒരു ലോകമാണ് എന്ന് ടാഗോർ കരുതിയിരുന്നു. ഗാന്ധിജിക്ക് ആ ബോധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ദേശീയതയെ സങ്കല്പിക്കുമ്പോൾ പോലും ഈ ദേശീയതയെ രൂപപ്പെടുത്തുന്നത് ഏതെങ്കിലും ഒരു മതമല്ല, ഏതെങ്കിലും ഒരു ഭാഷയല്ല, ഏതെങ്കിലും ഒരു സംസ്കാരമല്ല എന്ന് പ്രയോഗത്തിൽ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ച ആളാണ്.